ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേ ദിവസം. ഞങ്ങൾക്കിന്ന് ക്ലാസ് ഉണ്ട്, അതുപോലെ 6 മണിക്ക് പള്ളിയിൽ മാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നെല്ലാം അതൊക്കെ കൂടെ ചേർത്ത് ഒരു വ്ളോഗ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞങ്ങൾ വീഡിയോ ഇട്ട് കാണിക്കും. ക്ലാസ്സാണുള്ളത്. ന്യൂറോളജി ഓങ്കോളജി ലെക്ചറാണ്. അത് കഴിഞ്ഞിട്ട് ENT റീവർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ വീട്ടിൽ വന്ന് ക്ലാസ് എടുത്തേരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഷെഡ്യൂൾ ഇതാണ്. മിക്കവാറും ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയിലൊന്നും നടക്കാറില്ല. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇങ്ങോട്ടും വരാറുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഒരു ഓർഡറിൽ ചെയ്യുന്നത് കാണിക്കാൻ പറ്റുന്നിടത്തോളം കാണിക്കാം. ഇത് ഇവിടുത്തെ ഒരു മെയിൻ റിവറാണേ. നമ്മളിത് എവിടെ പോയാലും ഈ റിവർ നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ. ബസ്സിൽ എവിടെ പോയാലും പോകുമ്പോഴാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ റിവറിന്റെ ഇപ്പുറത്തെ സൈഡാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ എങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയാലും, പോകണമെങ്കിലും മാർക്കറ്റിലോട്ട് പോകണമെങ്കിലും എല്ലാം ഈ റിവർ കഴിഞ്ഞു. ഈ റിവർ പകുതിയോളം ഫ്രീസ് ആയിട്ടുണ്ട്, ബാക്കി കുറച്ച് ഫ്രീസ് ആകാനുണ്ട്. ഈ കാണുന്നത് 3 ഡിഗ്രി സെൽഷ്യസ് ഫീൽസ് ലൈക്ക് 1 ഡിഗ്രി. ഇതാണ് വെള്ള കളറ് ഇലയുള്ള മരം. നിങ്ങൾ വിശ്വസിച്ചോ? എങ്കിൽ ഇത് ഇലയല്ല, ഇത് ഐസാണ്, സ്നോ. ഉണ്ട്, ഇതുപോലെ എല്ലാ മരത്തിലും ഇതുണ്ട്. അതെ, നമ്മൾ കാണുന്നതാണ് വെള്ളമരം. വെള്ളമരങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ ക്ലാസ്. 1:30ക്കാണ് ക്ലാസ്സേ, സമയം 1:30ആയി. ആരിപ്പോഴാണ് ലേറ്റ് ആയത്? ഇപ്പുറത്തെ വഴി കൂടെ പോവേണ്ടടുത്ത് ഇപ്പുറത്തെ വഴി കൂടെ വന്നു, അതും ഇനി ലേറ്റ്. ഈ ട്രാഫിക് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. ഞങ്ങളിങ്ങനെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. പോയിട്ട് ബാക്കി എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. വേറെ ഒന്നൊരു ലെക്ചറാണെന്ന് സാറ് പഠിപ്പിക്കും, നമ്മൾ കേട്ടോണ്ടിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. In the EEG report, you can see like these lines. If the ഞങ്ങളിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് റെൻറ്റ് കൊടുത്തിട്ട് അടുത്ത് ഒരു ക്ലാസ്സിന് വേണ്ടി പോകാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതേത് കണ്ടോ? ഈ സ്റ്റാച്യുവിന് വലിയൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഞങ്ങൾക്കല്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അടുത്ത് ഒരു വീഡിയോ ഇതിൻ്റെ ബേസ് ചെയ്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞുതരാം. അയാൾക്ക് തലയിൽ ഒരു കുതിരയും ഒരു വാളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അയാൾ നിൽക്കുന്ന ഒരു കല്ലിൻ്റെ പുറത്താണ്. അയ്യോ, അയാളല്ല, അയാളുടെ അപ്പം ശരി. പ്രാർത്ഥിക്കുന്നേ അവനോട്. അല്ല, നമ്മൾ പൈസ എടുക്കാൻ പോവാണ്. ഇത് റഷ്യനാണോ ഉസ്ബെക്കാണോ ഇംഗ്ലീഷാണോ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കണം. ഇത് പറഞ്ഞു തരൂല്ല, ഇത് പിന്നെ ചോദിക്കാണ്, ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കട്ടെ പിള്ളേർക്ക്. വിഡ്രോവൽ പൈസ എടുക്കാനാണ് വന്നത്. ഇത് കണ്ടല്ലോ, നാട്ടിൽ 50,000 രൂപ എടുക്കണോ? ഇതല്ല, ഇത് നാട്ടിൽ 350 രൂപയാണ്. മനസ്സിലായ? നാട്ടിൽ 350 രൂപ. 330 രൂപയേ ഉള്ളൂ.
ഓക്കെ, നമുക്ക് വേണ്ടത് അതർ എമൗണ്ടാണ്. നമുക്ക് കൂടിയ പൈസയ്ക്കാണ് വേണ്ടത്. ഓക്കെ, അത് കാണിച്ചിട്ടില്ല. അത് ഭയങ്കര ഒഫീഷ്യൽ ആൻഡ് സെക്യൂരിറ്റി വരാനുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇപ്പം മുതൽ ഇന്ന് വരെയും മാറാത്ത ഒരേ ഒരു ശീലമാണിത്. എന്നും അഴിക്കും. നേരെ കെട്ടറിഞ്ഞിടാത്തോണ്ടാണോ അതോ അവളുടെ ഷൂവിൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നടക്കുമ്പോൾ ഊരി പോവും. ഇവിടെ എന്തോ റോഡിലെന്തോ പണിയിടൊക്കെയാണ്. നിങ്ങളിപ്പോൾ കണ്ടതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഓണർ. ഫ്ലാറ്റ് ഓണർ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്ക് 2 ചോക്ലേറ്റ് തന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്തോ സംഭവമാണ് തന്നു. അപ്പം ഞങ്ങളിനി എടുത്ത് ക്ലാസ്സിൽ പോകുന്നു. Branch of Tuscan Medical Academy Department of Dentistry and Otorhinolaryngology. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പല്ലിൻ്റെയും ചെവിയുടെയും മൂക്കിൻ്റെയും തൊണ്ടയുടെയും ആശുപത്രി. അതായത് ഞങ്ങൾക്ക് ഇവിടെ വെച്ചാണ് ENT ക്ലാസ് വന്നത്. അപ്പം ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നേരെ ചർച്ചിലോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിൻ്റെ മെയിൻ അട്രാക്ഷനായ എവിടെ പോകുന്നു? പള്ളിയിൽ പോകുന്നു. സത്യം പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ക്രിസ്മസ് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ശരിക്കും ക്രിസ്മസേ ഇല്ല. ഉസ്ബെക്കിസ്ഥാനിൽ ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പം ഇന്ന് പോകുമ്പോഴേ ഇവിടെ ഒരു കുഞ്ഞു പള്ളിയാണ്. നിങ്ങൾക്ക് പള്ളി കാണുമ്പോൾ മനസ്സിലാവും. അധികാരം വരാറില്ല. പിന്നെ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പോകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നുമില്ല എങ്ങനെ ആയിരിക്കും. നമുക്ക് ഓൾറെഡി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ക്രിസ്മസ് ആണ് നമുക്ക്. പിന്നെ നാളെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ കുറേ ഇന്ത്യൻ പിള്ളേരും ഒക്കെ വരുമെന്നാണ് പറയുന്നത്. നിങ്ങളും പള്ളിയിൽ പോയി കാണും. ഇപ്പോൾ ഇന്നലെ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരിക്കും. പോയിട്ട് വീട്ടിലൊക്കെ പോയി ക്രിസ്മസും കഴിഞ്ഞ് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണല്ലോ. നമ്മളിന്ന് ഇങ്ങോട്ടുള്ള യാത്രയാണ്, പള്ളിയിലോട്ടുള്ള. Наш Спаситель и Христос, все придите, поклонимся, все придите, поклонимся. Во тьме увидит свет великий, на живущих в стране тени смертных свет воссияет. Ты умножишь на... Воспойте Господу песнь новую, воспойте Господу вся земля. Пойте Господу, благословляйте имя Его. И гробу Господа нашего Иисуса Христа накануне своих страданий в ночь последней вечери Он взял хлеб.
Ночь тиха, ночь свята, и давно в пути к Ефлеему спеша увидят Христа, там увидят Христа. പോഹ കാണാമോ? അതാണ് എനിക്ക് അറിയേണ്ടത്. നല്ല ഫോഗുണ്ട്. ആ പോഹയല്ല, എൻ്റെ വായിൽ നിന്ന പോഹ. ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ പള്ളിയിലെ പോഹയാണ്. നാക്ക് തിരുന്തണില്ല. തമിഴ് തിരുന്തണില്ല, ക്ലിയർ ആവണില്ല. അപ്പം ഞങ്ങൾ പള്ളിയിൽ ആരാധന കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് നാളെ രാവിലെ മാസില്ല. നാളെ രാവിലെ സാധാരണ ഇവിടെ ക്രിസ്മസിന് സിസ്റ്റേഴ്സ് തസ്കണ്ടിൽ നിന്ന് വരും, അതായത് ഇവിടുത്തെ മെയിൻ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇങ്ങനെ മെയിനായിട്ട് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നാണ് അറിഞ്ഞത് ഇതേപോലെ നാളെ അവർ വരുന്നില്ല. അതുകൊണ്ട് നാളെ എന്തായാലും ഒഫീഷ്യലി മാസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി വൈകുന്നേരം ഒരു 6 മണിക്ക് ഇവിടെ മാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ സമയത്ത് വരും. അപ്പോൾ മേ ബി ക്രിസ്മസിൻ്റെ ഒരു ബ്ലോഗ് ഇതായിരിക്കാം. ഇതായിരിക്കണം ഒഫീഷ്യലി ഇത് ക്രിസ്മസ് ബ്ലോഗ്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് കയറി പോവാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സമയത്ത് ഇവിടെ ബസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ നല്ല ചൂടായിട്ട് പുറത്തേക്ക് എന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് വേഗമുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനൊരു ഫോഗിനായിട്ടുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി യാൻഡെക്സ് എടുത്ത് വീട്ടിൽ പോകും. യാൻഡെക്സ് അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ക്യാബ് ഊബറൊക്കെ ബുക്ക് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ യാൻഡെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങളിപ്പം പോകും. അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ക്രിസ്മസ് എല്ലാം അവസാനിച്ചു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ചിലപ്പോൾ ഞങ്ങൾ നാളെ ക്രിസ്മസിൻ്റെ നൈറ്റ് വരുമായിരിക്കും. എന്നാലും ക്രിസ്മസ് തീരുന്നില്ലല്ലോ. അതെ, യൂറോപ്യൻ രാജ്യക്കാരുടെ ഇതാണെങ്കിൽ ജനുവരി 7 വരെ ക്രിസ്മസ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്കും ഒഫീഷ്യലി ഇന്ന് മുതൽ അവധിയാണ്. ഇന്ന് മുതൽ ഡിസംബർ 25 മുതൽ ജാനുവരി 7 വരെ ഞങ്ങൾക്ക് ഒഫീഷ്യലി അവധിയാണ്. അപ്പോൾ ഒന്നുമില്ല. ശരി, എന്നതോടുകൂടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. അല്ല, ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ. A few moments later. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും പേഴ്സ് പള്ളിയുടെ അകത്തായിപ്പോയി. അപ്പോൾ അവർ പള്ളിയൊക്കെ പൂട്ടിയിട്ട് പോയി. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഫാദറിനെ വിളിച്ച് ഞങ്ങൾക്ക് പിന്നെ പുറത്ത് കുറച്ച് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വേറെ ഒരു പയ്യൻ്റെ നമ്പറൊക്കെ വാങ്ങി ഫാദറിനെ വിളിച്ച് പിന്നെ വെയിറ്റ് ചെയ്ത് ബുക്ക് നോക്കൂ ചോന്ന് കാലാണ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് പേഴ്സ് കിട്ടി. ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. തണുത്തത് ഒരു വഴിയായി. 7:30 വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങളിത് ഇപ്പോൾ 8 മണിയായി. ഇത് ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ശരിയെന്നാ.